ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. സതീദേവിയുടെ പിതാവായ ദക്ഷൻ മഹാദേവനെയും സതിയെയും ഒഴികെ മറ്റെല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി. ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ് ക്രോധം കൊണ്ട് ജ്വലിച്ച പരമശിവൻ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. ശിവന്റെ ജടയിൽ നിന്നും പിറവികൊണ്ട വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു. പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്തറിയിച്ചു. അങ്ങനെ ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം ഒഴിമിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്നാണ് പേര്. സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ ആത്മാഹൂതി ചെയ്ത സ്ഥാനത്തെ അമ്മാറയ്ക്കൽ തറയെന്നും വിളിക്കും. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ